നമുക്കിന്ന് പൈനെ കുറിച്ച് പഠിച്ചാലോ? ലോകത്തിലെ ഏതൊരു സർക്കിളിനെയും ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടും. ആ കോൺസ്റ്റന്റിനെ നമ്മൾ പറയുന്ന പേരാണ് പൈ എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? ഇതിനായി ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്ലേറ്റിന്റെ സർക്കംഫറൻസ് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു റിബൺ ആണ്. ഈ റിബൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ സർക്കംഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇതാണ് റഫായി ഇതിന്റെ ഒരു സർക്കംഫറൻസ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിന്റെ ഡയമീറ്റർ ഒന്ന് കണ്ടുപിടിച്ചാലോ? സോ ഈ ഒരു റിബൺ ഉപയോഗിച്ച് ഏകദേശം റഫായി ഞാനിതിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുകയാണ്. ഇതും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സർക്കംഫറൻസിനെ ഈ ഒരു ഡയമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പൈയുടെ വാല്യൂ ആയിട്ടുള്ള 3.14 കിട്ടുന്നുണ്ടോ നോക്കാം. 1 2 3. പക്ഷേ ചെറിയൊരു പോർഷൻ ബാക്കി വന്നല്ലോ. ഇതല്ലേ 0.14? ഇതുകൊണ്ടാണ് ലോകത്തിലെ ഏതൊരു സർക്കിളിന്റെയും സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ ഡയമീറ്ററിനെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്.